പുതുതായി PSC പരീക്ഷയിലേക്ക് ഇറങ്ങുന്ന ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് സാധാരണ സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റിപ്പോകുന്നതായിരിക്കാം. അത്തരത്തിലുള്ള ചില മിസ്റ്റേക്കുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സിലബസ് വ്യക്തമായി മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് വ്യക്തമായിട്ട് അറിയാതെ നമ്മൾ കാണുന്ന യൂട്യൂബ് ചാനലുകളിലും അതുപോലെ ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും ഒക്കെ വരുന്ന ഒരുപാട് നോട്ടുകളുണ്ട്. അതെല്ലാം എഴുതിയെടുത്ത് ഒരുപാട് സമയമെടുത്ത് അതൊക്കെ എഴുതിയെടുത്തിട്ട് അത് ഒരു തല മുതൽ പഠിച്ചു വന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ, അതുപോലെ റാങ്ക് ഫയൽ, വലിയ വലിയ റാങ്ക് ഫയലുകൾ വാങ്ങിയിട്ട്, മാർക്കറ്റിൽ ഒരുപാട് റാങ്ക് ഫയലുകൾ ഉണ്ട്. അതിൽ ഒരു കാര്യം പഠിക്കാൻ ഒരു റാങ്ക് ഫയൽ, മറ്റൊന്നിന് വേറൊരു റാങ്ക് ഫയൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റാങ്ക് ഫയലുകൾ വാങ്ങി അതെല്ലാം കുത്തിയിരുന്ന് പഠിച്ച് ഒരുപാട് സമയം വേസ്റ്റ് ആയിട്ട്, അങ്ങനെ തന്നെ പറയാം, ഒരുപാട് സമയം വേസ്റ്റ് ആക്കി പഠിച്ച് അത് പ്രോപ്പറായിട്ട് നമുക്ക് പരീക്ഷാ ഹാളിൽ ഉപയോഗം വരാത്തൊരു സാഹചര്യം സാധാരണയായിട്ട് തുടക്കക്കാർക്ക്, അതായത് PSCയിലേക്ക് പുതുതായിട്ട് ഇറങ്ങിയ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതിന്റെ വ്യക്തമായ ആൻസർ ആണ് ആദ്യം നമ്മൾ സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി, അതുപോലെ മുൻകാലങ്ങളിൽ ഈ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഏതാണോ ആ സെയിം പരീക്ഷ, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി, ആ ഒരു തരം പരീക്ഷയിലേക്ക് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ആ ഒരു ഭാഗത്ത് നിന്ന് ഏത് തരത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. ചിലപ്പോൾ നമ്മൾ പഠിച്ച രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കില്ല ആ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിന് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഒരു രീതി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നല്ല രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങി നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് തന്നെയാണ്. പ്രോപ്പറായിട്ട് സിലബസ് മനസ്സിലാക്കുക, ഒരു എക്സാം വരുന്ന സമയത്ത് മുൻ വർഷങ്ങളിലുള്ള ചോദ്യ പേപ്പറുകൾ വ്യക്തമായി മനസ്സിലാക്കി ആ ചോദ്യ പേപ്പറുകൾ നമ്മൾ ഒരുപാട് ആൻസർ ചെയ്ത് പഠിച്ച് ആ രീതിയിൽ അവിടെ ചോദിച്ച ചോദ്യങ്ങളുടെ രീതിയിൽ തന്നെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പുതിയതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് പരീക്ഷയെ സമീപിക്കാൻ വേണ്ടി.